വിശ്വാസ സംരക്ഷണവും വികസനവുമാണ് ബി.ജെ.പി. ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി.ജെ.പി. അനുകൂല വിധിയായിരിക്കും പുറത്തുവരുന്നതെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് വി.സി. വർഗീസ്. ദേവികുളത്ത് എസ്. രാജേന്ദ്രൻ സ്ഥാനാർത്ഥിയാകാൻ സാധ്യതയുണ്ടെന്നും വി.സി. വർഗീസ് പറഞ്ഞു. അതേസമയം ഉടുമ്പൻചോലയിൽ എസ്.എൻ.ഡി.പിയിൽ നിന്ന് തന്നെ എൻ.ഡി.എക്കും യു.ഡി.എഫിനും സ്ഥാനാർത്ഥികളുണ്ടായാൽ ആരെ പിന്തുണയ്ക്കുമെന്നത് എസ്.എൻ.ഡി.പി. തീരുമാനിക്കട്ടെ എന്നും വി.സി. വർഗീസ് വ്യക്തമാക്കി. ബി.ജെ.പി. ആഗ്രഹിക്കുന്നത് വികസനമാണ്. ബി.ജെ.പി. ആഗ്രഹിക്കുന്നത് വിശ്വാസ സംരക്ഷണമാണ്. ബി.ജെ.പി. ആഗ്രഹിക്കുന്നത് സുരക്ഷിത കേരളമാണ്. അതുകൊണ്ട് കേരളത്തിൽ വികസനം വേണം. ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർജി വിഭാവന ചെയ്യുന്ന ഒരു വികസിത കേരളം, ഒരു വികസിത ഇടുക്കി, അത് കെട്ടിപ്പടുക്കാനായിട്ട് ബി.ജെ.പിക്ക് മാത്രമേ സാധിക്കുള്ളൂ. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇടതിനെയും വലതിനെയും പരീക്ഷിച്ച് പരാജയപ്പെട്ട ഒരു ജനതയുള്ള ഇടുക്കിയിൽ തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് അനുകൂലമായി, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധിയായിരിക്കും ഈ 9-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വരാൻ പോകുന്നത്. എസ്. രാജേന്ദ്രൻ മത്സര രംഗത്തുണ്ടാവുമോ? ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിനെക്കുറിച്ച് പറയാനായിട്ട് ഞാൻ എനിക്കതിനുള്ള അധികാരമില്ല. ഞാനൊരു ജില്ലയുടെ പ്രസിഡന്റ് മാത്രമാണ്. അപ്പോൾ അതൊക്കെ പറയാനായിട്ട് സംസ്ഥാന നേതൃത്വമുണ്ട്. അത് കൃത്യമായുള്ള സമയത്ത് അവർ അനൗൺസ് ചെയ്യും. എങ്കിലും ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ഒരു പിന്തുണ എസ്. രാജേന്ദ്രൻ ഈ വിഷയത്തിൽ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഒരു പാർട്ടിയുടെ ആര് മത്സരിച്ചാലും, ഭാരതീയ ജനതാ പാർട്ടിയുടെയോ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയോ ആര് മത്സരിച്ചാലും അവരെ എല്ലാ സപ്പോർട്ടും അവർക്ക് നൽകുക. അവരുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പാരമ്പര്യമാണ് ദേശീയ ജനാധിപത്യം. അത് രണ്ടുപേരും എസ്.എൻ.ഡി.പിക്കാരാണെങ്കിൽ ആരെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് അവരാണ്. അതിനെക്കുറിച്ചൊന്നും പറയാനായിട്ടോ അതിൽ അത് പറഞ്ഞ് വഷളാക്കാനായിട്ടോ ഞങ്ങൾ ആഗ്രഹിക്കുന്നു.